07699336 എന്ന നമ്പറിൽ വിളിക്കുക. നമുക്കിനി അടുത്തൊരു സെക്ഷൻ കാണാം. അതിപ്പോ ഇതിന്റെ ഇത് ഏത് വെറൈറ്റിയിലൊക്കെ പെട്ടതാണ്? ഇത് നാടനിൽ തന്നെ കീരിപ്പുള്ളി എന്ന് പറയുന്ന പൂവനാണ് ഈ കാണുന്നത്. അതിന് ഒരു 6 മാസം പ്രായമായിട്ടുണ്ട്. 6 മാസം പ്രായം. പിന്നെ ഇത് പുള്ളി തന്നെയുള്ള പൂവനാണ്. അതിനപ്പുറത്ത് കാണുന്ന രണ്ടും കുറുങ്ങാലിത്തരയാണ്. മുട്ടയിട്ട് തുടങ്ങി കണ്ടാ പറയത്തില്ലെങ്കിലും മുട്ടയിടുന്നതാണോ? മുട്ടയിട്ട് തുടങ്ങിയതാണ്. ഒരു 3 മുട്ടയൊക്കെ തന്നെ ആയിട്ടുള്ളൂ. ഇത് കുറുങ്ങാലി തന്നെ പൂവനാണ്. ഒരു പൂവനും 2 പെടയും. എന്താണ് ഈ കൂടുതലും ഈ നാടൻ കോഴികളൊക്കെ തന്നെ വളർത്താനുള്ള കാര്യം എന്തോ? നമുക്ക് അന്യത്തിനെ പറ്റി പോയത് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ ഈ ഏരിയയില് പണ്ട് എല്ലാ വീടുകളിലും ഈ നാടൻ കോഴി ഉണ്ടായിരുന്നു. ഇന്നിവിടെ എങ്ങും നാടൻ കോഴിയില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, എനിക്കൊരു സങ്കടം. കാരണം എനിക്ക് കുഞ്ഞിലെ മുതൽ ഇവിടെ കോഴിയൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ശരി, നമ്മൾ പഠിക്കാനും അല്ലെങ്കിൽ ജോലിക്കൊക്കെ ആയിട്ട് പോയ സമയത്ത് ഇവിടെ കോഴികളൊന്നും ഇല്ലാതായി. പിന്നെ തിരിച്ച് ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്താണ് എനിക്ക് വീണ്ടും വേണമെന്ന് തോന്നി. അങ്ങനെ പലയിടത്തു നിന്നായിട്ട് കഷ്ടപ്പെട്ട് ഓൺലൈനിൽ തപ്പിയെടുത്ത് ഞാൻ യൂട്യൂബിൽ നിന്നൊക്കെ തപ്പിയെടുത്തിട്ടാണ് ഓരോ കോഴികളെ ഇറക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ഈ കോഴികൾ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കാനുണ്ടാകുമോ? അത് നമ്മൾ വിരിയിച്ച് കൊടുക്കും. ആവശ്യമുള്ളവർക്ക് നമ്മൾ വിരിയിച്ച് കൊടുക്കും. നമുക്ക് ഇത് മാത്രമല്ല, നമുക്കൊരു ഇൻക്യുബേറ്ററും ഉണ്ട്. ഒരു ചെറിയൊരു ഇൻക്യുബേറ്റർ, ഒരു 30 കോഴിക്ക് മുട്ടയൊക്കെ വെക്കാനുള്ള ഒരു ഇൻക്യുബേറ്റർ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ വലിയ വാണിജ്യാടിസ്ഥാനത്തിലായിട്ടല്ല ചെയ്യുന്നത്. നമുക്ക് കുറേ സമയത്ത് ബാക്കി അമ്മയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാനിവിടെ ഞായറാഴ്ച ശനിയാഴ്ച വരുന്ന സമയത്താണ് ഇവരെയൊക്കെ ഒന്ന് നോക്കുകയും പരിപാടി. അപ്പൊ ഇതേപോലെ ഒരു കൂട് നമുക്ക് തയ്യാറാക്കണമെങ്കിൽ എത്ര രൂപ ചെലവ് വേണ്ടി വരും? ഞാൻ മൊത്തം ചെലവാക്കിയത് എനിക്കൊരു 20 രൂപ 25 രൂപ ആയുള്ളൂ. അപ്പൊ ഈ മുതൽ മുടക്കുന്ന അനുസരിച്ചുള്ള റിട്ടേൺ കിട്ടുന്നുണ്ടോ? നമുക്ക് കോഴികളെ കൊടുത്താൽ കിട്ടും. നമ്മളങ്ങനെ കോഴി കുഞ്ഞുങ്ങളായിട്ട് ചോദിക്കുന്നവർക്ക് 10-30. അപ്പൊ ഇനി പുതിയതായിട്ട് ഇത് ഈ വീഡിയോ കണ്ടിട്ടേ പുതിയതായിട്ട് ആർക്കെങ്കിലും കോഴീനെ വളർത്താനായിട്ട് ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ അവരോട് ഉപദേശിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പുതിയതായിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള ട്രിക്കുകളും ഉണ്ടോ? ട്രിക്കുകളൊന്നും നമുക്ക് ഇതിനകത്ത് പറയാനില്ല. പക്ഷേ പുതിയ സംരംഭകരുണ്ടെങ്കിൽ, സംരംഭകരെന്ന് വെച്ചാൽ അവർ വാണിജ്യാടിസ്ഥാനത്തിൽ മാത്രമാണ് നോക്കുന്നതെങ്കിൽ അവർക്ക് മുട്ടക്കോഴികൾ തന്നെ ആയിരിക്കും നല്ലത്. അത് BV380 കോഴിയായിരിക്കും നല്ലത് കൂടുതലും. കാരണം അത് മുട്ട മാത്രം ഇട്ടുകൊണ്ടിരിക്കും. നമുക്ക് അതിന് കൂടുതൽ സ്പേസ് ഒന്നും വേണ്ട, അതിനെ അഴിച്ചൊന്നും വിടണ്ട. അതിനെ അഴിച്ചു വിട്ടാൽ മുട്ട കുറയും. അപ്പൊ അതാകുമ്പോ ഒരു വർഷം എത്രയും മുട്ട കിട്ടും? അതൊരു 360 അല്ലെങ്കിൽ 340 മുട്ട ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ എന്തായാലും നമ്മൾ കൂടുതൽ വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബെറ്റർ പിന്നെ BV3 തന്നെയാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ